നമുക്ക് ഈ വീഡിയോ കൂടെ കാന്താരിമുളക് എങ്ങനെ പരിപാലിക്കാമെന്ന് നോക്കാം. കാന്താരി എന്ന് വെച്ചാൽ തന്നെ നല്ല ഔഷധ ഗുണമുള്ളതാണ് കാന്താരിമുളക്. കാന്താരിമുളക് പച്ച കാന്താരി ഉണ്ട്, ഉണ്ട കാന്താരി ഉണ്ട്, പിന്നെ വെള്ള കാന്താരി, അതുപോലെ തന്നെ വയലറ്റ് കാന്താരി. എൻ്റെ ഇപ്പോൾ ഉള്ളത് വെള്ള കാന്താരിയാണ് നല്ലോണം ഉണ്ടായുള്ളത്. പച്ച കാന്താരി എന്ന് വെച്ചാൽ ചെറിയ കാന്താരി നല്ലോണം ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് ക്രമീകരിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. നല്ല തൈ നോക്കിയിട്ട് വേണം നമ്മൾ കുഴിച്ചിടാനായിട്ട്. ഇത് തന്നെ ഈ വെള്ളീച്ച എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി നാശമായി പോവും, കേടായി പോവും. അപ്പോൾ നമ്മളിത് നല്ലോണം വെള്ളം എടുത്തിട്ട് കഴുകണം. വെള്ളം എടുത്തിട്ട് കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പുളിച്ച കഞ്ഞെള്ളം കുറച്ച് ചാരം കൂടി മുക്കി തെളിച്ചു കൊടുക്കണം. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം തെളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുളകും തൈന് ഒരു കേടുകളും വരില്ല. മുളകും തൈന് സാധാരണ വരുന്ന കേടുകളാണ് വെള്ളീച്ച വരും. അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം ഇപ്പം ഞാൻ എല്ലാവരുടെ അടിയിൽ കാണിച്ചു തന്നില്ല, ഒരു വെള്ളീച്ച. അത് നമ്മൾ വെള്ളം നല്ലോണം സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ കഞ്ഞെള്ളം പുളിച്ചത് തെളിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ വെള്ളീച്ചയുടെ രോഗം മാറിക്കിട്ടും. പിന്നെയുള്ളത് ഇലകുരുടിപ്പാണ്. ഇലകുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ പുളിച്ച കഞ്ഞെള്ളം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തെളിച്ചു കൊടുക്കുക. അതുപോലെ സ്പ്രേ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗം മാറും. പിന്നെ തീരെ മാറണില്ലെങ്കിൽ നമ്മൾ ഇലര കുരുടിപ്പ് വരാനായിട്ട് തൊട്ടും അടിയിൽ തൊട്ട് വെട്ടിക്കൊടുക്കുക. ഒരു 2 പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വരും. ഇത് കുഴിച്ചിടുമ്പോൾ നമ്മൾ ഈ മണ്ണ് 15 ദിവസമെങ്കിലും നമ്മൾ കുമ്മായി ഇട്ട് മിക്സ് ചെയ്ത് വെയിലത്ത് വെച്ചൊന്ന് അതിൻ്റെ കീടങ്ങളൊക്കെ നശിച്ചു പോകാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ചേർത്തുള്ളത് ഞാൻ എല്ലുപൊടി, പിന്നെ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ചാണകപ്പൊടി, അതുപോലെ തന്നെ കൊക്കോപ്പിറ്റ്, മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയുള്ളത്. അതിലാണ് ഞാൻ ഇത് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ നോക്കണം. ഇലകുരുടിപ്പ് ഇതിന് കാണാൻ ഇപ്പോൾ വെള്ളീച്ചയുടെ ശല്യമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുളക് ഇഷ്ടംപോലെ കിട്ടും, ഒരു കേടും വരില്ല. വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്താലും വെള്ളീച്ചയ്ക്ക് വളരെ ഗുണമുള്ളതാണ്. കാഭാഗം എടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വെള്ളത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെള്ളീച്ചയുടെ രോഗങ്ങളൊക്കെ മാറും. അതുപോലെ അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക. എന്നിട്ടും കുറവില്ലെങ്കിൽ വെർട്ടീസി എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അത് സ്പ്രേ ചെയ്യുക. വലിയ വെയിലൊന്നും ആവശ്യമില്ല, ചെറിയ തണലത്തും അതുപോലെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ കാന്താരിമുളക് നല്ലോണം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, കാന്താരിമുളക് ആഴ്ചയിൽ ഒരു ട്രിപ്പെങ്കിലും ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു വളമാണ് ഞാൻ ചേർക്കാം. ആ വളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മുളകുമ്മ നല്ലോണം ഇതുപോലെ കാട് പിടിച്ച പോലെ ഉണ്ടാവും. നമുക്ക് വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ കൊടുക്കാനും ഒക്കെ കിട്ടും. ഇതിന് പച്ച കാന്താരിയേക്കാളും കുറച്ച് എരികുറവാണിത്. നമുക്കിത് സാധാരണ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അച്ചാർ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അച്ചാറിൽ ഇടാനും ഒക്കെ കാന്താരിമുളകാണ് നല്ലത്. അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്താലും നമുക്ക് മുളക് നല്ലോണം ഉണ്ടാവണതിന്. പ്രൂണിങ് ചെയ്തൊന്ന് പരീക്ഷിച്ചപ്പോഴാണ് ഇതുപോലെ നിറച്ച് മുളകുണ്ടായത്. പിന്നെ മുളകും അധികം പൂവുണ്ടാവണമെങ്കിൽ നമ്മൾ ആ മുളകുകളൊക്കെ ഏകദേശം പാകമാകുമ്പോൾ ഒക്കെ പൊട്ടിക്കണം. പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ കവറുണ്ടല്ലോ, ഈ ഒരു കവരത്ത് ഫസ്റ്റ് പൂവായാലും അതുപോലെ തന്നെ മുളകായാലും നമ്മൾ പൊട്ടിക്കണം. അത് പൂവുള്ള സമയത്ത് പൊട്ടിച്ചാലും കുഴപ്പമില്ല. അതിങ്ങനെ വലുതാക്കാൻ നിർത്തരുത്, വേഗം പൊട്ടിക്കണം. പിന്നെ പച്ചമുളക് പൊട്ടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കത്തരി എടുത്ത് ഇതുപോലൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയൊരു കത്തരി എടുത്തിട്ട് വെട്ടിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ കാന്താരിമുളകിലത്തെ പൂവൊക്കെ കൊഴിഞ്ഞു പോവും. ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുളകുണ്ടാവും ചെയ്യും. പിന്നെ പൂക്കളൊന്നും കൊഴിയാണ്ട് ഉണ്ടാവും. പിന്നെ മുളക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കണം വേഗം. പൊട്ടിക്കാണ്ട് നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവണത് കുറയും. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള പൂക്കളും അതുപോലെ മുളകൊക്കെ ഉണ്ടാവുള്ളൂ. നല്ലോണം എല്ലാ കറികൾക്കും ഈ കാന്താരിമുളക് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നാടൻ പച്ചമുളകിനേക്കാളും വളരെ നല്ലതാണ് ഈ കാന്താരിമുളക്. പച്ചമുളകിൻ്റെ പൂക്കളൊക്കെ ഇതൊന്നും കായാവണില്ല, കുറേ കൊഴിഞ്ഞു പോകുമെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ മരുന്നാണ് ഇതുപോലത്തെ LG കായം ഇങ്ങനെ കുറച്ചെടുത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക. അത് നല്ലൊരു മരുന്നാണ്. പൂക്കളൊന്നും കൊഴിയാണ്ട് പിടിച്ച പൂക്കളൊക്കെ നമുക്ക് പച്ചമുളകായിട്ട് കിട്ടും. പിന്നെ പൂക്കൾ കൊഴിയാണ്ടിരിക്കാനുള്ള വേറൊരു സൂത്രവിദ്യയാണ് നമ്മൾ വീട്ടിൽ കത്തിക്കണ ചാരെടുത്ത് തലേ ദിവസത്തെ കഞ്ഞെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുക. അപ്പോൾ പൂക്കൾ ഇതുപോലെ കൊഴിയില്ല, ഇഷ്ടംപോലെ മുളകുണ്ടാവും. കുരുടിപ്പ് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഷാമ്പു, അതുപോലെ വേപ്പെണ്ണ, അതുപോലെ വെളുത്തുള്ളി മിശ്രിതം കൂടിയിട്ട് സോപ്പിൻ്റെ ഒരു ലായനി വേണം, എന്നാലും അത് നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ. അതുകൂടി കലക്കി സ്പ്രേ ചെയ്താൽ വളരെ നല്ലതാണ്.
പിന്നെ ഞാൻ മിളകുണ്ടാവാനായിട്ടുള്ളൊരു ഒറ്റമൂലി ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ കിച്ചൺ വേസ്റ്റ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്കും ചേർത്തിട്ട് കലക്കി ഒരു 4-5 ദിവസം പുളിപ്പിക്കാൻ വയ്ക്കും. എന്നിട്ടാണ് ചെടിയുടെ കടയ്ക്ക് ഒഴിക്കണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല, വെള്ളിച്ചയും വരില്ല, അതുപോലെ തന്നെ കുരുടിപ്പും വരില്ല. നല്ല ഫ്രഷായിട്ട് നല്ലോണം കാന്താരി മുളക് ഉണ്ടാവുകയും ചെയ്യും. കഞ്ഞവെള്ളത്തിൽ ഇതുപോലെ ഉള്ളിത്തുണ്ടുകൾ, സബോളയുടെ തുണ്ട്, അതുപോലെ വെളുത്തുള്ളിയുടെ തുണ്ട്, അതുപോലെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ പഴത്തൊലി, എല്ലാ സാധനവും നമുക്ക് കഞ്ഞവെള്ളത്തിൽ കലക്കി വയ്ക്കാം. 4-5 ദിവസം കഴിയുമ്പോൾ നല്ല പുളിച്ച മണം ഉണ്ടാവും. എന്നാലും അത് മുളകിന് വളരെ നല്ല ഗുണമുള്ളതാണ്. അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക്, ഇത് 2-3 പിടി കൂടി ചേർക്കണം. അപ്പോഴാണ് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കാണ് മുളകും തൈ കേടില്ലാണ്ടിരിക്കുന്നത്. അത് നമ്മൾ കട ഇടയ്ക്ക് കൊടുക്കണം. അത് ഈ കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എലിശല്യം ഒന്നും ഇല്ലാണ്ട്, തുരപ്പൻ്റെ ശല്യം ഒന്നും ഇല്ലാണ്ട് അത് അങ്ങോട്ട് പൊക്കോളും. അല്ലെങ്കിൽ പിന്നെ തുരപ്പം കുത്തി തുറക്കാൻ നിൽക്കും. ഇതാണ് നമ്മൾ 4-5 ദിവസം കഞ്ഞിവെള്ളത്തിൽ ഉള്ളിത്തൊലിയും അതുപോലെ പഴത്തിൻ്റെ തൊലിയുണ്ട്, എല്ലാ വെജിറ്റബിൾസും ഞാൻ അതിലിടാറുണ്ട്. അതുപോലെ 2 പിടി കപ്പലണ്ടി പിണ്ണാക്കും ഇട്ടിട്ട് കലക്കി വെച്ചുള്ളതുന്നത് അതല്ലേ. ഇത് നമ്മൾ നല്ല കട്ടിയുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. ഇതാകുമ്പോൾ അധികം കട്ടിയില്ല. ഞാൻ എല്ലാ വെള്ളം ഒഴിക്കും, അരി കഴുകി വെള്ളം വരെ ഒഴിക്കാറുണ്ട്. ഇതിലേക്ക് എടുത്ത് ഇതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഞാൻ കൊണ്ടുവരാം. കോലെടുത്ത് നമ്മളിതിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, കണ്ടില്ലേ? എന്നാലും അതിൻ്റെ വളമൊക്കെ ഇങ്ങനെ എത്തുള്ളൂ. നമ്മളിങ്ങനെ കട ഇളക്കിയിട്ട് വേണമല്ല വളം ചേർക്കാനായിട്ട്. ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് ഒരേ കപ്പ് എടുത്തിട്ട് കണ്ടില്ലേ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു പുളിച്ച മണമൊക്കെ ഉണ്ടാവും, പക്ഷെ ചെടിക്ക് വളരെ നല്ലതാണത്. എല്ലാ ഗുണവും കിട്ടും. അപ്പോൾ പകുതി രോഗം മാറും ചെയ്യും. പപ്പയുടെ ഇല നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നീരും കഞ്ഞിയുടെ വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കി നമ്മൾ സ്പ്രേ ചെയ്യണതും നല്ല ഒരു മരുന്നാണ്. ഈ വെള്ളീച്ച കുരുടിപ്പൊക്കെ മാറിക്കിട്ടും. വെള്ളക്കാന്താരി വിളവെടുത്തതാണത്. 4 കടയിൽ നിന്ന് നമുക്ക് ഇത്രയധികം കിട്ടിയതായിരുന്നു. ഇനി പൊട്ടിക്കാനുണ്ട്, ഞാൻ പൊട്ടിക്കൽ നിർത്തിയിരുന്നു. ഇത് നമുക്ക് വീട്ടാവശ്യത്തിനും ഒക്കെ ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാം. ഈ വെള്ളക്കാന്താരി പച്ചക്കാന്താരിയിൽ അത്ര എരിവില്ല, എന്നാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനും കിട്ടുന്നുണ്ട്. മുളകും തൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള കാന്താരി മുളക് തന്നെ, പഴുത്ത മുളക്, ഇത് പച്ചക്കാന്താരിയാണ്, ചൂനിയ മുളകെന്നും പറയാം. ഈ കാന്താരി മുളക് എടുത്ത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. വിത്തിന് നമ്മൾ സൂഡോമോണസിൽ മുക്കി ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ എല്ലുപൊടിയും ചാണപ്പൊടിയും എല്ലാതും വെച്ച ഒരു ഗ്രോ ബാഗിൽ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടാക്കാം. എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഈ ബ്ലാക്ക് ട്രേ. അതിൽ നമ്മൾ ചകിരിച്ചോറ് തന്നെ വെച്ച് വിത്ത് പാവാം. വിത്ത് പാവിയിട്ട് വിത്ത് മുളച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ഗ്രോ ബാഗിലേക്ക് മാറ്റാം. ഈ കാന്താരി മുളകിന് നല്ല വെയിലൊന്നും ആവശ്യമില്ല, ചെറിയ തണലത്തൊക്കെ അതിനുണ്ടാവണതിന് നല്ലോണം ഉണ്ടാവും ചെയ്യും. റബ്ബർ തോട്ടത്തിലൊക്കെ കുറേ ഉണ്ടാവും. ഇതൊരു 4-5 കൊല്ലം കാന്താരി മുളകാണ്. കത്രി കൊണ്ട് വെട്ടി ഇങ്ങനെയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് നല്ലോണം ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ വെട്ടി പ്രൂൺ ചെയ്ത് ഒതുക്കി കഴിഞ്ഞാൽ പുതിയ ചില്ലകളും കമ്പൊക്കെ ആയിട്ട് വന്ന് നിറച്ചുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കാലിയായിട്ട് വരണ കണ്ടാൽ നമ്മളതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, നല്ലോണം ഉണ്ടാവും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കിയാൽ നല്ല പുതിയ ഇലകളൊക്കെ വന്ന് നല്ലോണം ഉണ്ടാവണം കാണാം. അങ്ങനെ നമുക്ക് ഈ കാന്താരി മുളക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നോക്കാം. കാന്താരി മുളകിലത്തെ കുരുടിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു മരുന്നാണ്. മുട്ടയുടെ നമ്മൾ സാധാരണ ഉപയോഗിക്കില്ല. മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് വെയിലത്ത് വെച്ച് ഉണക്കുക. അതിന് ശേഷം അത് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, അത് കാൽസ്യം ആണ് നല്ലോണം. അത് ഏത് മുളകും തൈ ആയാലും കുരുടിപ്പ് മാറാൻ വേണ്ടി അതൊന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുരുടിപ്പൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളുണ്ടാവും. ഇത് നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ കുരുടിച്ച മുളകും തൈനൊക്കെ തെളിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതാണ്. എല്ലാ കുരുടിപ്പും മാറി കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെടി കിട്ടും ചെയ്യും.